നമ്മുടെ എഴുകോൺ വീട്ടിൽ നമ്മൾ ഈ ഉണക്കച്ചിമ്മീൻ കൂടുതലും ചമ്മന്തി അരയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇവിടെ അടൂര് തമ്മ പറഞ്ഞു ഈ ഉണക്കച്ചിമ്മീൻ കൊണ്ട് നമുക്ക് നല്ല തോരൻ വെക്കാന്ന്. ഉണക്കച്ചിമ്മീൻ വറുത്തിട്ടുണ്ടേ. ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ചൊരക്കയും പടവലവും ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇതിനെ ചൊരക്കയെന്ന് പറയും. ഇവിടെ ഇതിനെ തടിയങ്ക എന്നാണ് കേട്ടോ പറയുക. എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പച്ചമുളകും പിന്നെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും വേണം. ഇത്രയും മതി കേട്ടോ നമ്മുടെ തോരന്. നന്നായിട്ട് വറുത്തെടുത്ത ഉണക്കച്ചെമ്മീനീന്ന് അതിൻ്റെ തല മാറ്റുന്നുണ്ടേ. ഈ തല കളയണ്ട കേട്ടോ. തല നമുക്ക് ചമ്മന്തി അരക്കി എടുക്കാം. തല കളഞ്ഞ ഉണക്കച്ചെമ്മീൻ വെള്ളത്തിലിടാം, നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചൊരക്കയും പടവലങ്ങയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് കഴുകുന്നുണ്ട്. ആവശ്യമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ കൊച്ചുള്ളിയോ സവാളയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഇവിടെ കിടന്ന് നന്നായി കുതിരട്ടെ. ഈ സമയം കൊണ്ട് അരിയലും പറക്കലും തിരുമ്മലും ഒക്കെ നമുക്ക് സെറ്റാക്കാം കേട്ടോ. പടവലങ്ങ അവിയലിനൊക്കെ അരിയുന്നത് പോലെ നീളത്തിൽ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കാം കേട്ടോ. ചൊരയ്ക്ക് നന്നായിട്ട് കൊത്തി അരിയാമേ. ഒരു 10 മിനിറ്റോളം ഈ ഉണക്കച്ചെമ്മീൻ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവന്മാരെ എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞു പറക്കി കൂട്ടത്തിൽ കുതിരാൻ വെച്ച ചെമ്മീനും നന്നായിട്ട് കഴുകി വാരി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ കറിവേപ്പില ഇടുന്നുണ്ടേ. തിരുമ്മി വെച്ച തേങ്ങയിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും പിന്നീട് 1-2 കൊച്ചുള്ളി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് അരയണ്ട. ദേ ഈ ഒരു പരുവത്തിന് ഇവന്മാരെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം അരവ് കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഈ ചതച്ചു വെച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കൈകൊണ്ട് ഇളക്കിയെടുക്കാമേ. ഇനി ഇവന്മാരെ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് വേവിക്കാം കേട്ടോ. ഇതിലെ വെള്ളമൊക്കെ ഏതാണ്ട് പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. തോരൻ നന്നായിട്ട് ഇളക്കാമേ. ഇനി നമ്മുടെ താളിക്കൽ പരിപാടി തുടങ്ങാം. നമ്മുടെ ചെറിയ ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടുന്നതിന് മുന്നേ കൊച്ചുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. കൂടെ ലേശം തിരുമ്മിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നീട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവന്മാരെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഈ സമയം കൊണ്ട് അപ്പുറത്ത് തോരൻ്റെ വെള്ളമൊക്കെ നന്നായി പറ്റിയിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് ഈ താളിക്കൽ ഐറ്റംസും കൂടി നമ്മുടെ തോരനിലേക്ക് ഇട്ട് കൊടുത്തതോടെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ തോരൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവന്മാരെ നന്നായിട്ടൊന്ന് ഇളക്കണം, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ചെമ്മീൻ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാനങ്ങോട്ട്. ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.